നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്യാൻ 5.31 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം. ഏതാണ്ട് 12,300 ഹെക്ടർ വനഭൂമിയിലുള്ള മഞ്ഞക്കൊന്ന വയനാട് വന്യജീവി സങ്കേതത്തിലെ സ്വാഭാവിക വനത്തിന് ദോഷമുണ്ടാക്കുന്നതാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ 1672 ഹെക്ടർ പ്രദേശത്താണ് ഇത് നടപ്പിലാക്കുന്നത്. വൈപ്പിനിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനത്തിൽ അനുകൂല നിലപാടുമായി ബസ് ഉടമകൾ. നഗരപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അഭിപ്രായ ശേഖരണത്തിനുമായി ഓച്ചന്തൂരത്തിൽ യോഗം ചേർന്നു. സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം സംസ്ഥാന സെക്രട്ടറിയായി റിജി സി വർക്കിയെ തെരഞ്ഞെടുത്തു. കോട്ടയത്ത് പാർട്ടി ചെയർമാൻ ബിനോയ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഹൈപവർ കമ്മിറ്റി യോഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. യാക്കോബായ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് റിജി സി വർക്കി. തൃശൂർ വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ അനധികൃത വെടിമരുന്ന് ശേഖരം കണ്ടെത്തി. വെടിക്കെട്ടുപുരയിലെ അപകടത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെടിമരുന്ന് കണ്ടെത്തിയത്. ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളിയ നിലയിലായിരുന്നു കരിമരുന്ന്. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കരിമരുന്ന് കണ്ടെത്തിയത്. പപ്പാഞ്ഞി ആർട്ട് ഫെയറിന് ഫോർട്ട് കൊച്ചിയിൽ തുടക്കം. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഡിസൈൻഡ് ഡെസ്റ്റിനേഷനാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി. ഫോർട്ട് കൊച്ചി പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഡിസൈൻ പോളിസി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലി ഇറങ്ങിയതായി സംശയം. പുളിഞ്ചോട് മേലാറ്റിങ്ങര മണികണ്ഠന്റെ വീട്ടിലെ വളർത്തുനായെ ആക്രമിച്ചു. തത്തേങ്ങലത്ത് നേരത്തെ പുലിയെ കണ്ടെത്തിയിരുന്നു. മലപ്പുറം നിലമ്പൂർ കരുളായിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. പാലങ്കര പാലത്തിന് താഴെ കരിമ്പുഴയിലൂടെയാണ് കാട്ടാനക്കൂട്ടം കടന്നുപോയത്. കുട്ടികളടക്കം 11 ആനകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. നിലമ്പൂരിൽ നിന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം കരുളായിലെത്തി ആനകളെ കാട്ടിലേക്ക് കയറ്റി. തൃശൂർ കുണ്ടന്നൂരിൽ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പാലക്കാട് കാവശ്ശേരി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്തേക്കുള്ള പാൽ പരിശോധനയ്ക്ക് ക്ഷീരവികസന വകുപ്പിനും കൂടി അധികാരം ലഭിക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കണം. കേരളത്തിൽ നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ് നടപടി എടുക്കാനുള്ള അധികാരമെന്ന് മന്ത്രി. ഫെബ്രുവരി 1 മുതൽ എല്ലാ സ്ഥാപനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധം. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ശുചിത്വവും ഹെൽത്ത് കാർഡും പരിശോധിക്കും. പോരായ്മകൾ കണ്ടെത്തുന്നവർക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. അനീമിയ മുക്ത കേരളത്തിന് കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കേരളം ക്യാമ്പയിൻ നടപ്പാക്കും. ജില്ലാതലത്തിൽ കളക്ടർമാർ ശക്തമായ നേതൃത്വം ഏറ്റെടുക്കേണ്ടതാണെന്നും മന്ത്രി. കേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വീണ ജോർജ്. ചരിത്ര പ്രസിദ്ധമായ പുത്തനങ്ങാടി ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയ്ക്ക് നാളെ തുടക്കമാകും. ഫെബ്രുവരി 15-നാണ് ആണ്ട് നേർച്ച. നാളെ വൈകിട്ട് 4 മണിക്കാണ് പതാക ഉയർത്തൽ. 7 മണിക്ക് ഉദ്ഘാടന സമ്മേളനം. മഹല്ല് ഖാളി വി കുഞ്ഞൂട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ശുഹദ ഇസ്ലാമിക് കോളേജ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ വയോജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും ഇടുക്കി മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ്. ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടി AR നഗർ കുന്നുംപുറത്തെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ചയാൾ പിടിയിൽ. തിരൂർ പറവണ്ണ സ്വദേശി ആഷിഖിനെയാണ് തിരൂരങ്ങാടി SI മുഹമ്മദ് റഫീഖ് അറസ്റ്റ് ചെയ്തത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി ആഭരണം മോഷ്ടിക്കുകയായിരുന്നു. CCTV പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ജില്ലയിലെ മറ്റിടങ്ങളിലും കോഴിക്കോടും ആഷിഖ് സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ മികച്ച കർഷകർക്കുള്ള വളാഞ്ചേരി JCI അന്നദാത പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു.
കാവമ്പുറം ചെറുപാടത്തെ കർഷകരായ സിദ്ദിഖ് കെ വി, അസീസ് കെ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. വിവിധ ഇടങ്ങളിലായി 9 ഏക്കറോളം സ്ഥലത്ത് വിവിധ ഇനം പച്ചക്കറികൾ കൃഷികൾ ചെയ്യുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KST എംപ്ലോയീസ് സംഘ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. KSRTCയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയായിരുന്നു മാർച്ച്. സർവീസുകൾ പുനഃസ്ഥാപിക്കുക, 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാവുംപുറം തൊഴുവാനൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷനും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വളാഞ്ചേരി നഗരസഭ 31ാം ഡിവിഷൻ കൌൺസിലർ സദാനന്ദൻ കോട്ടേരി ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ സൗജന്യ നേത്ര പരിശോധനയും ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും നടത്തി. റോട്ടറി ക്ലബ്ബും നാഷണൽ സർവീസ് സ്കീം മൂലങ്കാവ് യൂണിറ്റും കാര്യപരിപാടി MOSC മെഡിക്കൽ മിഷനും സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്ത നിർധനരായ രോഗികൾക്ക് സൗജന്യമായ ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് നൂൽപ്പുഴ ഡിവിഷൻ മെമ്പർ അമൽ ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ UTUC കൊല്ലം ജില്ലാ പ്രവർത്തക സമ്മേളനം നടത്തി. സി രാഘവൻപിള്ള സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മതപണ്ഡിതനും ഇസ്ലാമിക പ്രഭാഷകനുമായ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ആലപ്പുഴ പാനൂരിലെ വീട്ടിൽ രാവിലെ 9 മണിക്കായിരുന്നു അന്ത്യം. വ്യത്യസ്ത പ്രഭാഷണ ശൈലി കൊണ്ട് ശ്രദ്ധേയനായിരുന്നു വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി. ലഹരിക്കടത്തിൽ ആരോപണ വിധേയനായ ഷാനവാസ് ചെയർമാനായ ആലപ്പുഴ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നില്ല. പ്രതിഷേധത്തെ തുടർന്ന് ഷാനവാസ് യോഗത്തിന് എത്തിയില്ല. നഗരസഭയ്ക്ക് മുന്നിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധ ധർണ നടന്നു. അമ്പലപ്പുഴയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട യുവതീ-യുവാക്കൾക്കായി പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൌൺസിലിംഗ് സംഘടിപ്പിച്ചു. പാത്വേ സോഷ്യൽ വെൽനസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സലാം MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തെങ്കര പഞ്ചായത്തിലെ അഴിമതിയിലും ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് തെങ്കര മണ്ഡലം പ്രസിഡന്റ് ഷെഫിലാസ് ചേറുംകുളം അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ കേന്ദ്രമായ കണ്ണൂർ മാടായിപ്പാറയിൽ തീപിടുത്തം. രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി തീയണച്ചു. കോട്ടയം ഉഴവൂർ ഗ്രാമപഞ്ചായത്തിലെ 2 സ്വകാര്യ ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പന്നികളുടെയും ദയാവധം നടത്തി. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള പന്നിമാംസ വിതരണം നിർത്തിവെച്ചും ഉത്തരവായി. മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തണമെന്ന് KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശം. പല യൂണിറ്റുകളിലും ബസ് ഓടിക്കാതെ നിർത്തിയിട്ടതിനെ തുടർന്നാണ് നടപടി. നാളെ മുതൽ എല്ലാ ബസ്സുകളും സർവീസിന് ഇറക്കണമെന്ന് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സോണൽ മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. ജീവനക്കാരില്ലെങ്കിൽ ബദൽ ജീവനക്കാരെ നിയോഗിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇടുക്കി ഇരട്ടയാറിൽ വാഹനാപകടം. ബൈക്ക് യാത്രികൻ മരിച്ചു. ഇടിഞ്ഞമല സ്വദേശി ജോബിൻ പ്ലാത്തോട്ടത്തിലാണ് മരിച്ചത്. ഇരട്ടയാറിനും നത്തുകല്ലിനുമിടയിൽ ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിൽ 7.67 കോടി രൂപ ചെലവിൽ രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി VN വാസവൻ വിലയിരുത്തി. ഫെബ്രുവരി അവസാന വാരം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്താനാകുമെന്നും മന്ത്രി. നിർമ്മാണം പൂർത്തീകരിച്ച ഹാളുകളും ക്ലാസ് മുറികളും മന്ത്രി സന്ദർശിച്ചു. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പൊൻകുന്നം രാജേന്ദ്ര മൈതാനം, മഹാത്മാഗാന്ധി ടൗൺ ഹാൾ പരിസരം എന്നിവിടങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായി ജനകീയമായി ശുചീകരിച്ചു. ശുചീകരിച്ച പ്രദേശത്ത് ചെടികൾ നടാനും ടൗൺ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനും തീരുമാനിച്ചതായി ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അറിയിച്ചു. KM മണിയുടെ 90ാം ജന്മദിനത്തോടനുബന്ധിച്ച് കാരുണ്യ ദിനാചരണം UAEയിൽ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം BGM തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കേരള കോൺഗ്രസ് UAE ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ഡയസ് ഇടിക്കുള അധ്യക്ഷനായിരുന്നു.
തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. കൊല്ലം ചിതറ സ്വദേശി യഹിയെയാണ് തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ബസ് കാത്തു നിൽക്കുകയായിരുന്ന ആളുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ കവർന്ന് പ്രതി കടന്നുകളഞ്ഞത്. കോട്ടയം പാല ഇടപ്പാടിയിൽ KSRTC ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. അപകടത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്കേറ്റു. പാല നെല്ലിയാനി സ്വദേശി സുധീഷിന്റെ മകൾ കൃഷ്ണപ്രിയയാണ് മരിച്ചത്. കോട്ടയം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ശശി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ ധാരണാപ്രകാരം കേരള കോൺഗ്രസ് എം അംഗം രാജിവെച്ച ഒഴിവിലാണ് സജേഷ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. KSKTU ജില്ലാ പ്രസിഡന്റും DYFI മുൻ ജില്ലാ സെക്രട്ടറിയുമാണ്. UDF-ന് ഇവിടെ ഒരു സ്വതന്ത്ര അംഗം മാത്രമാണ് ഉള്ളത്. ഇടുക്കി നെടുങ്കണ്ടം കലാർ മലനിരകളിൽ കാട്ടുതീ പടർന്നു. KSEBയുടെ ഉടമസ്ഥതയിലുള്ള മേഖലയിലാണ് തീപിടുത്തം. മൊട്ടക്കുന്നുകൾ കരിഞ്ഞുണങ്ങിയതോടെ ഉടുമ്പൻചോലയിൽ അഗ്നിശമന സേന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മലപ്പുറം ഉണ്ണിയാൽ ബീച്ചിലെ ടൂറിസം പദ്ധതി ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്ന് കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. ശ്യാമപ്രസാദ് മുഖർജി റൂബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.62 കോടി ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പി ചികിത്സകൾക്ക് തുടക്കം. PK ബഷീർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക പദ്ധതി വിശദീകരിച്ചു. ഡിജിറ്റൽ സഖി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം IMM ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ K. മേനോൻ അധ്യക്ഷത വഹിച്ചു. 33 വർഷത്തെ സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്ന് വിരമിക്കുന്ന SI ഷാജി സെബാസ്റ്റ്യന് പാലാ ബ്ലഡ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. DYSP AJ തോമസ് പുരസ്കാരം സമർപ്പിച്ചു. നവീകരിച്ച പൊൻകുന്നം ടൗൺ ഹാൾ റോഡിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TN ഗിരീഷ് കുമാർ നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ച 20 ലക്ഷം രൂപയും ചിറക്കടവ് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. 40-ലധികം വീടുകളിൽ കിഫ്ബി ജലജീവൻ പദ്ധതികൾ വഴി നടപ്പാക്കിയ കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ നിർവഹിച്ചു. കോട്ടയത്ത് വീട്ടുപറമ്പിൽ ദേശാടന കിളിയായ പെലിക്കനെ കണ്ടെത്തി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പക്ഷിയെ കൊണ്ടുപോയി. പക്ഷി തളർന്നു വീഴാനുണ്ടായ കാരണം പരിശോധിച്ച് ചികിത്സ നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിനാമനോടൊപ്പം സംഘടിപ്പിച്ച നാട്ടുകൂട്ടം ചിത്ര ശില്പശാല വേറിട്ട അനുഭവമായി മാറി. കാസർഗോഡ് പുല്ലൂരിൽ ശില്പശാലയിൽ ചിത്രകാരന്മാരും 100ഓളം ചിത്രകലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഒരു പകൽ മുഴുവൻ കുട്ടികളോടും നാട്ടുകാരോടും സംവദിച്ചാണ് കാനായി മടങ്ങിയത്. SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി മഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ പ്രകാശനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. അടുത്ത മാസം ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമർപ്പണം നടക്കും. CK ഹസൈനാർ സഖാവി അധ്യക്ഷനായിരുന്നു. AYF വയനാട് സുൽത്താൻ ബത്തേരിയിൽ ദേശസ്നേഹ സദസ്സ് സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. P. ഗവാസ്, EJ ബാബു, സജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവാദ ആൾ ദൈവം ആശാറാം ബാപ്പുവിന് ജീവപര്യന്തം തടവ് ശിക്ഷ. 2013 ആശ്രമത്തിൽ വെച്ച് സൂറത്ത് സ്വദേശിനിയായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. ഗുജറാത്ത് ഗാന്ധിനഗർ സെഷൻസ് കോടതിയാണ് ആശാറാം ബാപ്പുവിനെ ശിക്ഷിച്ചത്. കേസിൽ ഇയാൾ കുറ്റവാളിയാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 50,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന് പുതിയ തലസ്ഥാനം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രയുടെ തലസ്ഥാനം അമരാവതിക്ക് പകരം വിശാഖപട്ടണമായിരിക്കുമെന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം അമരാവതിയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. കാസർഗോഡ് ചെറുവത്തൂരിൽ ഭക്ഷ്യവിഷബാധ. ചെറുവത്തൂർ കോട്ടുമുല കുട്ടമത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്.
രജീഷ് കുളങ്ങര വിശദാംശങ്ങളുമായി ചേരുന്നു. രജീഷ്, എന്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് പ്രാഥമിക നിഗമനം? എന്താണ് ആൾക്കാരുടെ ആരോഗ്യ നില ഇപ്പോൾ? അപർണ, ചെറുവത്തൂരിലെ കോട്ടുമൂല ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്തവർക്കാണ് അസ്വസ്ഥതകൾ ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ കളിയാട്ടത്തിൽ പങ്കെടുത്ത് അന്നദാനത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവരാണ് ഈ അസ്വസ്ഥതകളെ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. കൂടുതൽ പേരും കുട്ടികളാണ്. 28ഓളം പേർ ഇപ്പോൾ ചെറുവത്തൂരിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വൈകുന്നേരം മുതലാണ് ഇവർക്ക് പ്രകടമായ അസ്വസ്ഥതകൾ ഉണ്ടായത്. ചില കുട്ടികൾക്ക് രാവിലെ മുതൽ വയറുവേദനയായിരുന്നു. വൈകുന്നേരത്തോടെ വയറുവേദന മൂർച്ഛിക്കുകയും ഛർദ്ദിക്കുകയും മറ്റ് അസ്വസ്ഥതകൾ വരികയുമായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേർ ഇപ്പോൾ ആശുപത്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുട്ടികൾ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രായം ചെന്നവരെ, പ്രായപൂർത്തിയായവരെ കാര്യമായ രീതിയിൽ ഇത് ബാധിച്ചിട്ട് കാണുന്നില്ല. ചെറിയ കുട്ടികളെയാണ്. പ്രാഥമികമായി ഭക്ഷ്യവിഷബാധ എന്ന് തന്നെയാണ് സംശയിക്കപ്പെടുന്നത്. ഇതിന്റെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷമേ കൂടുതൽ വ്യക്തമാകൂ. അപർണ. രജീഷ് വിവരങ്ങൾ നൽകിയത്. അക്ഷരദീപം സാംസ്കാരിക സമിതി പ്രസിദ്ധീകരിച്ച് ടി.കെ. മുസ്തഫ വയനാടിന്റെ എഡിറ്റിംഗിൽ പുറത്തിറങ്ങുന്ന വയനാടിനെ അറിയാമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ വത്സൻ നെല്ലിക്കോട് പ്രകാശനം നിർവഹിച്ചു. മലപ്പുറം നഗരസഭ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. 40 ലക്ഷം രൂപ ചെലവ് 2 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ശുചിത്വ ബ്ലോക്ക് നിർമ്മിച്ചത്. ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയാണ് നിർവഹിച്ചത്. മലപ്പുറത്ത് കുടുംബശ്രീ സ്കിൽ പരിശീലനത്തിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ഹരിത കർമ്മസേനാംഗങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. ജില്ലാ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭകളിൽ നിന്നും ലൈസൻസ് നേടിയ സേനാ അംഗങ്ങൾ പങ്കെടുത്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ രചിച്ച ഗാന്ധി മുതൽ ഗാന്ധി വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ടി പത്മനാഭൻ നിർവഹിച്ചു. കണ്ണൂരിൽ ടി പത്മനാഭന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ പുസ്തകം ഏറ്റുവാങ്ങി. CN ഗംഗാധരൻ, NV രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ പട്ടിത്താനം മണർക്കാട് ബൈപ്പാസിൽ പാറക്കണ്ടത്ത് സിഗ്നൽ സ്ഥാപിച്ചു. 16.37 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പാറക്കണ്ടം ജംഗ്ഷനിലെ ടാറിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ടാറിംഗ് നടത്തി വീതി കൂട്ടുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആസാമിലെ ഗോഹട്ടിയിൽ നടക്കുന്ന നിർമ്മാണ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ പതാക ദിനം ആചരിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി V ശശികുമാർ പതാക ഉയർത്തി. CP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കാടാമ്പുഴ ഭഗവതി ദേവസ്വം നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്റർ ട്രയൽ റൺ ആരംഭിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ദീപം കൊളുത്തി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഫെബ്രുവരിയിൽ ഡയാലിസിസ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ഇന്നും കേരളത്തിൽ മഴ ലഭിച്ചേക്കും. 11 ജില്ലകളിൽ സാധാരണ മഴയോ ഒറ്റപ്പെട്ട ശക്തമായ മഴയോ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തീവ്ര ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് മാറിയിട്ടുണ്ട്. നാളെ ശ്രീലങ്കൻ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം പൊൻകുന്നത്ത് യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പനമറ്റം മഞ്ചിമല കൊച്ചാങ്കൽ വീട്ടിൽ റോബിൻ ഫിലിപ്പിനെയാണ് പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇളംകുളം സ്വദേശിയായ ബിജു ജോസഫിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ചെരിവുപുറത്ത് വീട്ടിൽ ഫൈസൽ ഷാജിയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആനക്കല്ലിൽ അക്രമാസക്തനായി നിന്ന പ്രതിയെ പോലീസ് പിടികൂടുന്നതിനിടെയായിരുന്നു അക്രമമുണ്ടായത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.